മഹാക്ഷേത്രങ്ങൾ തകർക്കാൻ ആരാണ് ശ്രമിക്കുന്നതെന്ന് കണ്ടെത്താൻ കവടി നിർത്തേണ്ട. ഭാരതത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് പിന്നിൽ വൈദേശിക മതപരിവർത്തന ലോബിയായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. തക്ഷശിലയും നളന്ദിയും തുടങ്ങി മഹാക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതും അതിനു മുകളിൽ ഇസ്ലാമിക മിനാരങ്ങൾ ഉയർന്നതും ഒരാൾക്ക് പോലും നിഷേധിക്കപ്പെടാനാവാത്ത കാര്യങ്ങളാണ്. ഗോവ നീറുന്നൊരോർമ്മയായി ഹൈന്ദവന്റെ ബോധത്തിലുണ്ട്. മലബാറിൽ ടിപ്പുവും ലഹളക്കാരും തകർത്ത ക്ഷേത്രങ്ങൾ ഇന്നും നമ്മെ നോക്കി നിലവിളിക്കുന്നുണ്ട്. വൈദേശികർ പോയി സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ ക്ഷേത്രങ്ങളിലേക്ക് ഇന്നും മതവും രാഷ്ട്രീയവും കയ്യേറ്റം നടത്തുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഭൂരിപക്ഷത്തിന് കഴിയുന്നുവെങ്കിൽ അതിനു പിന്നിലെ വികാരം സ്വത്വബോധമില്ലായ്മ തന്നെയാണ്. ഇന്നും സുഡാപ്പികൾ ജാതി ചോദിച്ച് ജാതി പറഞ്ഞു നിറങ്ങുമ്പോൾ അകറ്റുമ്പോൾ ജാതി എന്റെ കുലമാണടോ, ഹിന്ദു എന്റെ മതമാണടോ എന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുന്നുവെങ്കിൽ ക്ഷേത്രങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ചെറുമനാണ്, അതിന്റെ കുലമാണ്, എന്റെ ധർമ്മം സനാതനമാണ്, എന്നിലും ബ്രാഹ്മണിലും വസിക്കുന്നത് ഒരേ ബ്രഹ്മമാണ് എന്ന് പറയുന്നിടത്ത് മറ്റെല്ലാം അവസാനിക്കും. ബ്രാഹ്മണനും ആനയും പശുവും നായയും നായി തിന്നുന്നവനും എനിക്ക് സമം എന്ന ഭഗവാന്റെ വാക്ക് കേൾക്കാതെ ഹിന്ദു നായരായും ഈഴവരായും പറയനും പുറയനുമായി അടിച്ചുകൊണ്ടിരുന്നാൽ തലയിൽ തട്ടം കയറും, നെഞ്ചിൽ കുരിശു കയറും, അറ്റം മുറിക്കപ്പെടും, ക്ഷേത്രങ്ങൾ ഇനിയും തകർക്കപ്പെടുകയും ചെയ്യും. ഒരുമിക്കാനുള്ള സമയം അതിക്രമിച്ചു. എന്റെ അയൽപ്പക്കത്തെ ഹിന്ദുവിന്റെ വീട്ടിൽ നിന്നും പെന്തക്കോസ്തുകാരുടെ കൊട്ടിപ്പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട്. അവരെ ധർമ്മത്തിൽ പിടിച്ചു നിർത്താൻ ഞാൻ നാവനക്കിയപ്പോൾ അവർ പറഞ്ഞത് ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ പെന്തക്കോസ്തുകാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത് മാത്രവുമാണ്, അത് സത്യവുമാണ്. നിർധരരായ ഒരു നായർ കുടുംബത്തിന് വീട് വെക്കാൻ കല്ലടിക്കാൻ വഴി അനുവദിക്കാതെ NSS കരയോഗത്തെ പോലും അടുത്തിടെ കണ്ടു. NSS, SNDP, KPMS തുടങ്ങി എത്രയെത്ര ഹിന്ദു സംഘടനകൾ. ഇവരൊക്കെ ഉണ്ടായിട്ടും ഒരു മനാഫിനും കുറച്ച് മാവോയിസ്റ്റുകൾക്കും തീവ്രവാദ മീഡിയകൾക്കും ഒരു മഹാക്ഷേത്രത്തിന് മുകളിൽ മാലിന്യം എറിയാൻ കഴിഞ്ഞെങ്കിൽ അത് ഹൈന്ദവന്റെ കഴിവുകേടെന്നേ പറയാൻ കഴിയൂ. ഇവർക്കിടയിൽ ഉച്ഛിഷ്ടം വാർത്തുന്ന കോഴിക്കോട്ടെ ഒരു ഹിന്ദു മാധ്യമ പ്രവർത്തകനും ഉണ്ടെന്നാണ് കഷ്ടം. ക്ഷേത്രമോ ശിവനോ ആരെയും ബലാത്കാരം ചെയ്യില്ല. എന്നിട്ടും നാറുകൾ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെയാണെന്ന് അഭിമാനമുള്ള ഓരോ ഹിന്ദുവും ഓർത്താൽ നന്ന്. അടുത്ത ലക്ഷ്യം അത് ശബരിമലയാണ്. ഓർത്തുകൊള്ളുക.